ക്രിസ്തലോടല്ലേലിയ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്ന വചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കന്യക ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്നു. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവളെ അവൻ അറിഞ്ഞിട്ടില്ല. അവൻ ശിശുവിനെ യേശു എന്ന് പേരിട്ടു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതെപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ചു. ശിശുവിനെയും അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്നു പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. കർത്താവിൻ്റെ വചനം. നമ്മൾ ഈ കേട്ട വചനങ്ങൾ, ഈ വചനത്താൽ കർത്താവ് നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിനം യേശുപ്പച്ചൻ്റെ ജനനം, യേശു ജനിച്ചു. ഈ വർഷങ്ങളോളം ഇങ്ങനെ ജന്മദിനം ആഘോഷിക്കുന്ന വേറെ ഏത് ദൈവമാണ് ഉള്ളത്? നമ്മുടെ യേശുപ്പച്ചൻ്റെ ജന്മദിനമല്ലാതെ മറ്റേത് ജനത്തിൻ്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്? ഇങ്ങനെ നാടും നാട്ടുകാരും ലോകം മുഴുവനും ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഈ ദിവസം, പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനോട് കൂടെ ആയിരിക്കാം. യേശു തരുന്ന സന്ദേശങ്ങൾ സ്വീകരിച്ച് യേശുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആ വചനത്തോടൊപ്പം നമുക്ക് ജീവിക്കാം. യേശുവിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ വഴികാട്ടികളായി, യേശുവിനെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി നമുക്ക് മുന്നേറാം. അങ്ങനെ യേശുവിൻ്റെ മക്കളായി നമുക്ക് വളരാം. യേശു തരുന്ന സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശു എന്ന നാമം. ആ നാമത്തെയാണ് ഇന്ന് ലോകം മുഴുവനും വാഴ്ത്തുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ നാമത്തെ നമുക്കും വാഴ്ത്താം. നമുക്ക് ശക്തിയോട് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ പാതകളിൽ നമുക്ക് സഞ്ചരിക്കാം. നമ്മൾ നടക്കുന്ന നടപ്പിൽ കർത്താവിൻ്റെ ദൂതന്മാർ നമുക്ക് മുൻപിലും കർത്താവിൻ്റെ ദൂതന്മാർ നമ്മുടെ പിൻപിലും എല്ലാം നമ്മളെ സംരക്ഷിക്കുവാനായി കർത്താവ് നമുക്ക് വേണ്ടി ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണം. ലോകം മുഴുവനും ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ ലോകം മുഴുവനുമുള്ള സർവ്വജനത്തിനുമായി പ്രാർത്ഥിക്കുകയും ദൈവത്തെ പകർന്നു കൊടുക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കാരും പകർന്നു തന്നെയല്ല, ദൈവം ദാനമായി തരുന്നതാണ്. നമുക്ക് ദൈവം ദാനമായി തരണമെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പമായിരിക്കണം. നമ്മൾ ദൈവത്തോടൊപ്പമായിരുന്നിട്ട് ഇത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ സ്നേഹമാണ് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ദയയാണ്, യേശുവിൻ്റെ വിശ്വസ്തതയാണ്, യേശുവിൻ്റെ സൗമ്യതയാണ് എല്ലാം നമുക്ക് മുന്നേറാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ യേശുപ്പച്ചൻ്റെ മക്കളായി മുന്നേറാം. ഇന്നത്തെ ഈ ദിവസം ലോകം മുഴുവനും യേശുവിനായി കൊണ്ടാടുന്ന ഈ ദിവസം എല്ലാവരും സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമി മുഴുവൻ കർത്താവിന് കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവും ജനവും ഒന്നായിരിക്കാൻ തക്കവിധം അത്ര വിശ്വസ്തയോട് ദൈവത്തിൻ്റെ മുമ്പിൽ നിലനിൽക്കുവാൻ
നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ശക്തിപ്പെടട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ 25-ാം തീയതി കർത്താവിൻ്റെ മഹത്വമേറിയ ഈ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ പരിശുദ്ധ കരം നമ്മളുടെ എല്ലാം മേലിരിക്കുന്നു. നമ്മളുടെ കുടുംബങ്ങളെയും നമുക്ക് ദാനമായി തന്ന മക്കളെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.